ഹിസ്റ്റോറിക്കലായിട്ടുള്ള മണ്ടത്തരം സനീഷ, ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ. കാരണം വടക്കേ ഇന്ത്യയിലോ നോർത്ത് ഈസ്റ്റിലോ പശ്ചിമേന്ത്യയിലോ കിഴക്കൻ ഇന്ത്യയിലോ ഒന്നും കോൺഗ്രസ് ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള വരവ് സൂചിപ്പിക്കുന്നത്. കാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തെ യഥാർത്ഥത്തിൽ നേരിടേണ്ട സ്ഥലത്ത് നേരിടാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം, അമേഠിയിലെ പരാജയം ഏതാണ്ട് രാഹുൽ ഗാന്ധി സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് ആദ്യം തന്നെ ഈ തീരുമാനത്തിന് പിന്നിൽ. രണ്ടാമത്തെ കാര്യം, ഇവിടെ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ കേരളത്തിൽ വന്നു, മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നത് പോലെ എന്തു മലം അറിയാനാണ് കേരളത്തിൽ. വയനാട് കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലം എന്ന് അവർ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ അവർ വന്നതുകൊണ്ട് കേരളത്തിൽ എന്ത് അത്ഭുതം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഒരു അത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. രാഷ്ട്രീയ പാപ്പരത്വമാണ്. ആരാണ് കോൺഗ്രസിന് ഈ ബുദ്ധി ഉപദേശിക്കുന്നത്? മണ്ടൻ തീരുമാനമായിട്ട് നാളെ വിശേഷിപ്പിക്കപ്പെടാൻ പോകുന്ന ഒരു തീരുമാനമാണിത്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇതിലാകെ പെട്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. കാരണം അവര് BJP അല്ല പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത്, കോൺഗ്രസ് ആണ് പ്രധാനമന്ത്രിയായി വരാൻ പോകുന്നത് എന്നുള്ള നിലയ്ക്കാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. ബംഗാളിലും തമിഴ്നാട്ടിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസിന് വിജയസാധ്യതയുള്ള സ്ഥലത്തുനിന്ന് ഞങ്ങൾ മാറിത്തരാം, ഞങ്ങൾ ആ സഹാനുഭൂതിയോടെ മാറിത്തരാം എന്ന് പറയുന്ന ഒരു പാർട്ടി ഇടതുമുന്നണി എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാനം. അവർ പിന്മാറട്ടെ. ഇടതുമുന്നണി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ, സ്വന്തം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ എങ്ങനെ മത്സരിക്കുന്നത്? അവര് പിന്മാറിയാൽ ഞങ്ങൾ മത്സരിക്കാം വയനാട്ടിൽ. നേർക്കുനേർ ഞങ്ങൾ ഒരു പോരാട്ടത്തിന് തയ്യാറാണ്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ ഈ ഫോൺ കട്ട് ചെയ്ത് കളയുമോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് ഇനി പിന്നീട് ചോദിക്കാൻ വെച്ച ചോദ്യം ഞാൻ ഇപ്പോൾ തന്നെ ചോദിക്കട്ടെ. ഇതിന് പകരമായി പാതി തമാശയായിട്ട് എടുത്താൽ മതി, പത്തനംതിട്ടയിൽ നരേന്ദ്രമോദി കൂടി അങ്ങ് മത്സരിക്കുകയാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമായിരിക്കും നാട്ടിൽ. തീർച്ചയായിട്ടും ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ നല്ല സന്തോഷമേ ഉള്ളൂ. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. പക്ഷേ നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ വരുന്നത് കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കാനുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം സാങ്കല്പികമാണെങ്കിലും ആ ചോദ്യത്തിനോട് രണ്ട് പേര് വരുന്നത് കൊണ്ട് എന്താണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നുള്ള പ്രത്യേകത നിങ്ങൾക്ക് ബോധ്യമായല്ലോ. കാരണം രാഹുൽ ഗാന്ധി സുരക്ഷിത മണ്ഡലത്തിലായിട്ടുള്ള വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു എന്നുള്ളതിന്റെ മറുവശമാണ് നമ്മൾ കാണേണ്ടത്. ആ മറുവശം എന്നുള്ളത് മറ്റെല്ലായിടത്തും കോൺഗ്രസിന് പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു. പിന്നെ ഇവിടെ ആരോ പറയുന്നത് കേട്ടു പ്രധാനമന്ത്രി കേരളത്തിന് കിട്ടാൻ പോകും. അതൊക്കെ വെറും മനപ്പായസമാണ്. രാഹുൽ ഗാന്ധിക്ക് എങ്ങനെ പരിശ്രമിച്ചാലും 100 സീറ്റിൽ കൂടുതൽ കിട്ടില്ല. അത് നിങ്ങളുടെ ഡൽഹിയിലെ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. എവിടുന്ന് സീറ്റ് കിട്ടാനാണ് കോൺഗ്രസിന്? കോൺഗ്രസിന്റെ പരാജയം അവർ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതാണ് ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജോസ് കെ മാണി കൂടെ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ജോസ് കെ മാണി, പരാജയ ഭീതി കൊണ്ടാണ് രാഹുൽ